മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം മുന്നണിക്കുള്ളിൽ ഭിന്നത ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തി. മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ആധിപത്യമായിരുന്നു. പലയിടങ്ങളിലും വിജയം ഏകപക്ഷീയവും. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ ലീഗ് ഒറ്റയ്ക്ക് കൈക്കൊള്ളുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. മുസ്ലിം ലീഗും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതര കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള യാത്ര തുടരുകയാണ്. ആ യാത്ര തുടരുകയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു നല്ല ഉറച്ച കോൺഗ്രസ് നല്ലൊരു നേതൃത്വം UDFന് കൊടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഒരു വലിയ പാർട്ടി എന്നുള്ള നിലക്ക് അതിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ആ ലീഡർഷിപ്പ് അവരതിന് നേതൃത്വം അതിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ലീഗ് പോകുന്നത്. അവർ ശക്തമാവണം, അതാണ് ഞങ്ങൾ ആവശ്യം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവരെ മുസ്ലിം ലീഗ് നേരിട്ട് പ്രഖ്യാപിച്ചു. കോൺഗ്രസിനോട് കൂടിയാലോചിക്കാതെയുള്ള പ്രഖ്യാപനത്തിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന് മാറ്റിവെച്ചത് പൊതുമരാമത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചെന്ന ആക്ഷേപമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവകളിൽ ഒരെണ്ണം കോൺഗ്രസിന് നൽകേണ്ടതായിരുന്നുവെന്നാണ് ആവശ്യം. ജനം, മലപ്പുറം.